പ്രൈസ് ദി ലോർഡ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. അങ്ങനെ ശലോമോൻ രാജാവ് എല്ലാ ഇസ്രായേലിനും രാജാവായി. അവനുണ്ടായിരുന്ന പ്രഭുക്കന്മാർ ആരെന്നാൽ സാദോക്കിന്റെ മകൻ അസര്യാവ് പുരോഹിതൻ, ശീസയുടെ പുത്രന്മാരായ എലീഹോരേഫും അഹീയാവും രായസക്കാർ, അഹീലൂദിന്റെ മകൻ യഹോശാഫാത്ത് മന്ത്രി, യഹോയാദയുടെ മകൻ ബെനായാവ് സേനാധിപതി, സാദോക്കും അബ്യാഥാരും പുരോഹിതന്മാർ, നാഥാന്റെ മകനായ അസര്യാവ് കാര്യക്കാരന്മാരുടെ മേധാവി, നാഥാന്റെ മകനായ സാബൂദ് പുരോഹിതനും രാജാവിന്റെ സ്നേഹിതനുമായിരുന്നു, അഹീഷാർ രാജഗൃഹ വിചാരകൻ, അബ്ദയുടെ മകൻ അദോനീരാം ഊഴിയവേലക്കാരുടെ മേധാവി. രാജാവിനും രാജഗൃഹത്തിനും ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുപ്പാൻ ശലോമോന് ഇസ്രായേലിലൊക്കെയും 12 കാര്യക്കാരന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഓരോരുത്തൻ ആണ്ടിൽ ഓരോ മാസത്തേക്ക് ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കും. അവരുടെ പേരാവിത്: എഫ്രായിം മലനാട്ടിൽ ബെൻഹൂർ, മാക്കാസ്, ഷാൽബീം, ബേത്ത് ഷെമേഷ്, ഏലോൻ ബേത്ത് ഹാനാൻ എന്നീ സ്ഥലങ്ങളിൽ ബെൻ ദേഖേർ, അരൂബോത്തിൽ ബെൻ ഹേസർ, സോഖോബും ഹേഫർ ദേശം മുഴുവനും അവൻ്റെ ഇടവകയായിരുന്നു. നാഫത്ത് ദോറിൽ ബെൻ അബീനാദാവ്, അവന് ശലോമോന്റെ മകളായ താഹത്ത് ഭാര്യയായിരുന്നു. അഹീലൂദിന്റെ മകനായ ബാനയുടെ ഇടവക താനാക്കും മെഹീത്തോവും, സാരേധാനിരികെ ഇസ്രായേലിന് താഴെ ബേത്ത് ഷെയാൻ മുതൽ ആബേൽ മെഹോല വരെയും യൊക്മെയാമിൻ്റെ അപ്പുറം വരെയുമുള്ള ബേത്ത് ഷെയാൻ മുഴുവനും ആയിരുന്നു. ഗിലെയാദിലെ രാമോത്തിൽ ബെൻ ഗേബർ, അവൻ്റെ ഇടവക മനശ്ശയുടെ മകനായ യായീരിന് ഗിലെയാദിലുള്ള പട്ടണങ്ങളും മതിലുകളും ചെമ്പോടാമ്പലുകളുമുള്ള 60 വലിയ പട്ടണങ്ങളും ഉൾപ്പെട്ട ബാഷാനിലെ അർക്കോബ് ദേശവും ആയിരുന്നു. മഹനയീമിൽ ഇത്തോവിൻ്റെ മകൻ അഹീനാദാബ്, നഫ്താലിയിൽ അഹീമാസ്, അവൻ ശലോമോന്റെ മകളായ ബാശമത്തിനെ ഭാര്യയായി പരിഗ്രഹിച്ചു. ആശേരിലും ബയാലോത്തിലും ഹൂഷായുടെ മകൻ ബാന, ഇസാക്കാരിൽ പാരൂഹിന്റെ മകനായ യഹോശാഫാത്ത്, ബെന്യാമീനിൽ ഏലയുടെ മകനായ ഷിമയി, അമോരി രാജാവായ സീഹോന്റെയും ബാഷാൻ രാജാവായ ഓഹിന്റെയും രാജ്യമായിരുന്ന ഗിലെയാദ് ദേശത്ത് ഹൂരിന്റെ മകൻ ഗേബർ. ആ ദേശത്ത് ഒരു കാര്യക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യഹൂദായും ഇസ്രായേലും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു പോന്നു. നദി മുതൽ ഫെലിസ്തീൻ ദേശം വരെയും മിസ്രയീമിന്റെ അതിർവരെയുമുള്ള സകല രാജ്യങ്ങളെയും ശലോമോൻ വാണു. അവർ കപ്പം കൊണ്ടുവന്ന് ശലോമോനെ അവൻ്റെ ജീവപര്യന്തം സേവിച്ചു. ശലോമോന്റെ നിത്യച്ചെലവ് ദിവസം ഒന്നിന് 30 പറ നേരിയ മാവും 60 പറ സാധാരണ മാവും, മാൻ, ഇളമാൻ, മ്ലാവ്, പുഷ്ടിവരുത്തിയ പക്ഷികൾ എന്നിവ കൂടാതെ തടിച്ച 10 കാളയും മേച്ചൽപ്പുറത്തെ 20 കാളയും 100 ആടും ആയിരുന്നു. നദിക്കിക്കരെ തിപ്സഗ് മുതൽ ഗസാ വരെയുള്ള സകല ദേശത്തേക്കും നദിക്ക് ഇക്കരെയുള്ള സകല രാജാക്കന്മാരെയും അവൻ വാണു. ചുറ്റുമുള്ള ദിക്കിലൊക്കെയും അവന് സമാധാനം ഉണ്ടായിരുന്നു. ശലോമോന്റെ കാലത്തൊക്കെയും യഹൂദായും ഇസ്രായേലും ദാൻ മുതൽ ബെർഷേവ വരെയും ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന് കീഴിലും നിർഭയം വസിച്ചു. ശലോമോന് തൻ്റെ രഥങ്ങൾക്ക് 40,000 കുതിരാലയവും 12,000 കുതിരച്ചേവകരും ഉണ്ടായിരുന്നു. കാര്യക്കാരന്മാർ ഓരോരുത്തൻ ഓരോ മാസത്തേക്ക് ശലോമോൻ രാജാവിൻ്റെ പന്തി ഭോജനത്തിന് കൂടുന്ന എല്ലാവർക്കും വേണ്ടുന്ന ഭോജന പദാർത്ഥങ്ങൾ കുറവ് കൂടാതെ എത്തിച്ചു കൊടുക്കും. അവർ കുതിരകൾക്കും തുരകങ്ങൾക്കും വേണ്ടുന്ന യവവും വൈക്കോലും താന്താന്റെ മുറപ്രകാരം അവൻ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കും. ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയവിശാലതയും കൊടുത്തു. സകല പൂർവ്വദിക്വാസികളുടെയും ജ്ഞാനത്തെക്കാളും മിസ്രായിമ്യരുടെ സകല ജ്ഞാനത്തെക്കാളും ശലോമോന്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു. സകല മനുഷ്യരെക്കാളും എസ്രാഖ്യനായ ഏഥാൻ, മാഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൽ, ദർഥ എന്നിവരെക്കാളും അവൻ ജ്ഞാനിയായിരുന്നു. അവന്റെ കീർത്തി ചുറ്റുമുള്ള സകല ജാതികളിലും പരന്നു. അവൻ 3000 സദൃശവാക്യം പറഞ്ഞു. അവന്റെ ഗീതങ്ങൾ 1005 ആയിരുന്നു. ലെബാനോനിലെ ദേവദാരു മുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷാദികളെക്കുറിച്ചും മൃഗം, പക്ഷി, ഇഴജാതി, മത്സ്യം എന്നിവയെക്കുറിച്ചും അവൻ പ്രസ്താവിച്ചു. ശലോമോന്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ട സകല ഭൂപാലകന്മാരുടെയും അടുക്കൽ നിന്ന് നാനാജാതിക്കാരായ പലരും അവന്റെ ജ്ഞാനം കേൾപ്പാൻ വന്നു. വായിച്ചതായ തിരുവചനങ്ങളാൽ പരിശുദ്ധനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.